നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ പോർവിളി. കാട്ടുകോഴിക്ക് വെച്ചത് കാടക്കോഴി പിടിച്ചെടുത്തുവെന്ന് ചിലർ പരിഹസിക്കുന്നു. സംഗതി രാഹുൽ ഈശ്വറിനെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടമായിരുന്നു അകത്തോട്ട് കയറേണ്ടത്. പക്ഷേ അയാളെ കിട്ടിയില്ല. അതിനു പകരം ഡ്യൂപ്ലിക്കേറ്റ് രാഹുലിനെ കിട്ടി. അവനെ ഞങ്ങൾ അകത്താക്കിയെന്ന് മറ്റു ചിലർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിർപ്പുള്ളവർ അതേ എതിർപ്പ് രാഹുൽ ഈശ്വറിനോടും പ്രകടിപ്പിക്കുന്നു. ഒരു വശത്ത് CPM, അതിനൊപ്പം BJP, പിന്നെ അവർക്കൊപ്പം കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളും. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊത്തിവീഴ്ത്താനുള്ള ശ്രമം. അതിനിടയിൽ കയ്യിൽ കിട്ടിയത് രാഹുൽ ഈശ്വറിനെ. രാഹുൽ ഈശ്വറിൻ്റെ പേരിൽ ജാമ്യമില്ല കുറ്റം ചുമത്തി പോലീസ് ഒരു വലിയ കുറ്റപത്രം മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒടുവിൽ രാഹുൽ ഈശ്വർ റിമാൻഡിലായി. സമൂഹ മാധ്യമങ്ങളിൽ പലരും അർമാദിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്രോശം നടത്തിയിരുന്നവർ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ കയ്യിൽ കിട്ടിയത് ആഘോഷിക്കുന്നു, അർമാദിക്കുന്നു. ആരാണ് ഈ രാഹുൽ ഈശ്വർ? പുരുഷന്മാരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി താൻ പോരാട്ടം നടത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുലിൻ്റെ പടയോട്ടം. രാഹുൽ അത്ര നിസ്സാരക്കാരനല്ല എന്ന് രാഹുലിൻ്റെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അയാൾക്ക് അയാളുടേതായ ഉറച്ച നിലപാടുകളുണ്ട്. അയാളുടെ ഇന്നലകൾ അതാണ് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ നമ്പൂതിരി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. കണ്ഠരര് മഹേശ്വരരുടെ കൊച്ചുമകൻ. ഒരു പ്രത്യേക ജനുസിൽപ്പെട്ടയാളാണ് രാഹുൽ ഈശ്വർ എന്ന് വ്യക്തം. എന്നാൽ അയാളെടുക്കുന്ന നിലപാടുകൾ പലതും കേരളത്തിൻ്റെ സാമാന്യബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. പക്ഷേ അയാൾക്കൊപ്പം വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അവർ തങ്ങളുടെ നേതാവായി, തങ്ങളുടെ ആശയവാഹകനായി ഇതേ രാഹുൽ ഈശ്വറിനെ കാണുന്നു. ശ്രീജിത്ത് പെരുമനയെ പോലുള്ളവർ പരിഹസിക്കുന്നത് ഒരു പാരലൽ ലോകത്ത് വെള്ളത്തിൽ ഒതളങ്ങ പോലെ അകപ്പെട്ടു പോയ ഒരാളുടെ സ്ഥിതിവിശേഷമാണ് രാഹുൽ ഈശ്വറിനെന്ന്. രാഹുൽ തിരുത്തണമെന്ന് വലിയൊരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു. എന്നാൽ തിരുത്താൻ താൻ ഒരുക്കമല്ല എന്ന നിലപാടാണിപ്പോൾ രാഹുലിൻ്റെ പ്രഖ്യാപനങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. പുരുഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തൻ്റെ പോരാട്ടം തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും ശബ്ദിക്കും. ജയിലിൽ താൻ നിരാഹാരത്തിലേക്ക് കടക്കുന്നു. രാഹുലിൻ്റെ ഓരോ വാക്കും വലിയ കോളിളക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കുന്നത്. തൻ്റെ ഭർത്താവിനെതിരെയുള്ള വിധി അന്യായമെന്ന ഭാര്യ ദീപ രാഹുൽ ഈശ്വർ. ഇവർ ഇരുവരും സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല കേരളത്തിൻ്റെ മാധ്യമത്താളുകളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. രാഹുലിനെ ഇത്തരമൊരു അവസ്ഥയിൽ എത്തിച്ചതിന് പിന്നിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഖ്യ പങ്കുണ്ട്. രാഹുൽ പല ചാനൽ ഫ്ലോറുകളിലെയും നിറസാന്നിധ്യമായിരുന്നു. രാഹുലിൻ്റെ വാക്കുകളിലാണ് നിങ്ങൾ ചാനൽ ചർച്ചകൾ കൊഴുപ്പിച്ചത്. രാഹുലിൻ്റെ ആശയങ്ങളിലാണ് നിങ്ങൾ എതിർചേരിയെ അടിച്ചൊതുക്കിയത്. ഇപ്പോഴിതാ സദാചാരത്തിൻ്റെ അളവുകോൽ പലരും മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ അളവുകോൽ പൊട്ടിച്ചെറിഞ്ഞ രാഹുൽ ഈശ്വർ അവർക്ക് അസ്പൃശ്യനാണ്. രാഹുൽ ഇരകളെ അപമാനിക്കുന്ന സാഡിസ്റ്റ് എന്ന് വിളിച്ച് ആക്രമിക്കുന്നു ചിലർ പറയുന്നു രാഹുൽ ഈശ്വർ ഒരു മനോരോഗിയെന്ന്. ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ: ബ്രാഹ്മണൻ എന്ന നിലയിൽ അർമാദിക്കുന്ന രാഹുൽ ഈശ്വർ ബലാത്സംഗം ചെയ്യുന്ന ശൂദ്രനായ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷാകവചം ഒരുക്കുന്നതിൽ തെല്ലും അത്ഭുതമില്ല. ആണധികാര സ്വാതന്ത്ര്യ സമര സേനാനി രാഹുൽ ഈശ്വർ ജയിലിലായി. ബലാത്സംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ അടയാളങ്ങൾ വെളിവാക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുലിനെ കോടതി 14 ദിവസം റിമാൻഡ് ചെയ്തു. ആര്യബ്രാഹ്മണ സവർണ ആണധികാര വക്താവാണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ലൈംഗിക മനോരോഗിയുടെ സ്ത്രീ പീഡനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന മഹത് കൃത്യമാണ് ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇസ്ലാമിക ജിഹാദിന് ന്യായീകരണം കണ്ടെത്താനും ഇദ്ദേഹം ശ്രമിക്കുന്നു. രാഹുൽ പലർക്കും ശത്രുവാണ്. സവർണ ബ്രാഹ്മണൻ എന്ന നിലയിൽ BJP രാഹുൽ ഈശ്വറിനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജിഹാദികൾക്കൊപ്പം നിൽക്കുന്ന ചില ആശയപ്രചരണങ്ങളോടെ ജിഹാദി എന്ന് രാഹുലിനെ അവർ മുദ്രകുത്തി. അതോടെ സംഘവിരോധി എന്ന പട്ടം രാഹുലിൽ ചാർത്തപ്പെട്ടു. മറുവശത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ പലപ്പോഴും രാഹുൽ ചില വിമർശനങ്ങൾ നടത്തി. CPMൻ്റെ പുഴുക്കുത്തുകൾക്കെതിരെയല്ല, പകരം ഈ ഭരണവർഗത്തിൻ്റെ അതിക്രമങ്ങൾക്കെതിരെ രാഹുൽ ശബ്ദമുയർത്തി. ഇതോടെ ഇടതുപക്ഷ നവോത്ഥാന ബാഡ്ജുകൾ പേറുന്നവർക്ക് രാഹുൽ ശത്രുവായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ ശത്രുക്കൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയിലുള്ള മിക്കവരും രാഹുലിനെ ഭയക്കുന്നു, വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ മുഖ്യ ശത്രുക്കളായി. ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗമാണ് താൻ എന്ന അഹംബോധം രാഹുൽ ഈശ്വറിനുണ്ട് എന്ന് KS രാധാകൃഷ്ണൻ അപഹസിക്കുന്നു.
കണ്ഠരര് മോഹനര്, കണ്ഠരര് രാജീവർ എന്നിവരുടെ സഹോദരിയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ. രാഹുൽ ഈശ്വർ സ്വയം വരുത്തിവെച്ച കേസും അറസ്റ്റുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ളവർ വിമർശിക്കുന്നു. ഇതിനു മുമ്പും വാവിട്ട വാക്കും അതിരുകടന്ന ആവേശവും രാഹുൽ ഈശ്വറിനെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഒരിക്കലും തിരുത്താൻ തയ്യാറായില്ല. തന്റെ ആരാധക വൃന്ദത്തിന്റെ പിന്തുണയിൽ മതിമറന്ന് രാഹുൽ വിളിച്ചു പറയുന്ന പലതും അയാൾക്ക് തന്നെ തിരിച്ചടിയാകും. ഏറ്റവും ഒടുവിൽ റിമാൻഡിലായപ്പോൾ താൻ ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് രാഹുലിന്റെ പ്രഖ്യാപനം. ഇത് പക്ഷേ ജയിൽ നിയമങ്ങൾക്കെതിരാണ് എന്ന് ഒരുപാട് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആകെ വിരോധാഭാസമാണ് രാഹുൽ ഈശ്വർ കേസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചാനൽ ഫ്ലോറുകളിൽ ഒരു കാലത്ത് നിറസാന്നിധ്യമായിരുന്ന രാഹുൽ ബാങ്കൂട്ടത്തിൽ രാഹുലിൻ്റെ എതിർ പാനലിൽ ചിലപ്പോഴൊക്കെ രാഹുൽ ഈശ്വർ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാൽ അതേ രാഹുൽ ബാങ്കൂട്ടത്തിന് വേണ്ടി പിന്നീട് വാദിക്കാനിറങ്ങി ഒടുവിൽ വാദിക്കാനിറങ്ങിയവൻ ജയിലഴിക്കുള്ളിലാകുന്ന വിചിത്ര കഥയാണ് രാഹുൽ ഈശ്വറിൻ്റേത്. കേരളം മറന്നിട്ടില്ല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അക്കാലത്ത് നടന്ന സമര കോലാഹലങ്ങൾ. അന്ന് ശബരിമല വിശ്വാസ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ രാഹുൽ ഈശ്വർ ഒരിക്കൽ പറഞ്ഞു, ചോര ചിന്താൻ പോലും ഞങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന്. അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ എന്ന വാർത്തകളിൽ നിറഞ്ഞത്. ശബരിമല തന്ത്രി കുടുംബമായ താഴ്മൺ മഠാംഗമെന്ന നിലയിലും പ്രമുഖ ചാനൽ ചർച്ചാ പാനലിസ്റ്റ് എന്ന നിലയിലും അന്നേ പ്രശസ്തനായിരുന്നു രാഹുൽ ഈശ്വർ. ശബരിമലയിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു അന്ന് രാഹുൽ ഈശ്വർ. പിന്നീട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 വകുപ്പ് പ്രകാരം രാഹുൽ ഈശ്വറിനെ 2018 ഒക്ടോബറിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് രാഹുലിൽ ചാർത്തപ്പെട്ടത്. ശബരിമലയിലെ യുവതീ പ്രവേശനം തടയുന്നതിനായി തങ്ങൾ ഒരു അടിയന്തര പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന് അന്ന് രാഹുൽ ഈശ്വർ പ്രഖ്യാപിച്ചു. വിലക്കേർപ്പെടുത്തിയ പ്രായപരിധിയിലുള്ള ഏതെങ്കിലും യുവതി സന്നിധാനത്തെത്തിയാൽ ക്ഷേത്ര പരിസരത്ത് ചില ഭക്തരെ കൊണ്ട് ചോര ചിന്തിച്ച് ക്ഷേത്രം അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കാനുള്ള പദ്ധതി തങ്ങൾ തയ്യാറാക്കി എന്നൊക്കെ രാഹുൽ ഈശ്വർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് രാഹുൽ ഈശ്വർ. അതിബുദ്ധിമാൻ, പഠിക്കാനും പഠനകാര്യങ്ങൾക്കൊപ്പം പ്രസംഗത്തിലും അന്നേ മിടുക്കൻ. പോരാളി എന്ന നിലയിലാണ് പിന്നീട് രാഹുൽ ഈശ്വർ കേരളത്തിൽ അറിയപ്പെട്ടത്. ശബരിമല പ്രക്ഷോഭകാലത്ത് രാഹുൽ ഈശ്വറിലെ ഒരു പോരാളിയെ കേരളം കണ്ടു. ശബരിമല പ്രക്ഷോഭ സമയത്ത് അന്ന് റിപ്പബ്ലിക് TV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ ചാനൽ ഫ്ലോറുകളിൽ രാഹുൽ ഈശ്വർ നിറഞ്ഞു നിന്നു. പിന്നീട് രാഹുൽ ഈശ്വർ പ്രശസ്തനാകുന്നതും ട്രോളുകളിൽ നിറയുന്നതും അഭിലാഷെ ഒരു 30 സെക്കൻഡ് എന്ന പ്രയോഗത്തിലാണ്. പിന്നീട് ചാനൽ ചർച്ചകളിൽ കയറുമ്പോൾ പലപ്പോഴും രാഹുൽ ഈശ്വർ അവതാരകരോട് പറയാറുണ്ട്, പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുലിൻ്റെ പ്രയോഗം. ഒരു 5 സെക്കൻഡ്, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 30 സെക്കൻഡ്. ഇന്നലെ രാഹുലിൻ്റെ അറസ്റ്റ് കഴിഞ്ഞ അതേ നിമിഷം മുതൽ ഇതേ 30 സെക്കൻഡ് വീണ്ടും വാർത്തയായി. ജയിലിൽ ഒരു 30 സെക്കൻഡ്. ഹാദിയ വിവാദത്തിൽ അന്ന് രാഹുൽ ഈശ്വർ ചില നമ്പറുകൾ പ്രയോഗിച്ചു. ഹാദിയയുടെ മാതാപിതാക്കളുടെ അനുമതിയോടെ അവരുമായി സംസാരിച്ച രാഹുൽ ഈശ്വർ പിന്നീട് തർക്ക വിഷയമായ ലവ് ജിഹാദ് ടേപ്പുകൾ പുറത്തുവിട്ടു. മതം മാറാനുള്ള തന്റെ അവകാശത്തെക്കുറിച്ച് ഹാദിയ മാതാപിതാക്കളുമായി വാദിക്കുന്ന സംഭാഷണമായിരുന്നു അത്. ഹാദിയ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മതം മാറാൻ ശ്രമിച്ചത് എന്ന് രാഹുൽ ഈശ്വർ വാദമുഖമുയർത്തിയതോടെ RSSനും സംഘപരിവാർ സംഘടനകൾക്കും രാഹുൽ ഈശ്വർ അസ്പൃശ്യനായി. രാഹുൽ ഈശ്വറിനെ കുറിച്ച് ജെറി പൂവക്കാല ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആരാണ് ഈ പയ്യൻ? പലരുടെയും ചോദ്യമാണ്. തീവ്രമായ നിലപാടുകളും സാമൂഹിക ഇടപെടലുകളും കൊണ്ട് കേരളത്തിലെ പൊതുരംഗത്ത് സ്ഥിരമായി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് രാഹുൽ ഈശ്വർ. നവമാധ്യമങ്ങളിലും ദേശീയ പ്രാദേശിക ടെലിവിഷൻ സംവാദങ്ങളിലും അദ്ദേഹം സജീവമായ സാന്നിധ്യമാണ്. കേരളത്തിലെ പ്രമുഖ നമ്പൂതിരി ബ്രാഹ്മണ കുടുംബത്തിലാണ് രാഹുൽ ഈശ്വറിൻ്റെ ജനനം. ഈശ്വരൻ നമ്പൂതിരിയും മല്ലികയുമാണ് മാതാപിതാക്കൾ. ശബരിമലയുടെ മുൻ മേൽശാന്തിയായിരുന്ന കണ്ഠരര് മഹേശ്വരരുടെ പേരക്കുട്ടി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയൻ. ഹൈന്ദവ സംഘടനകളായ ഹിന്ദു പാർലമെൻറ്റിൻ്റെ സെക്രട്ടറിയായും മുന്നോക്ക സമുദായ സംരക്ഷണ മുന്നണിയുടെ എക്സിക്യൂട്ടീവ് അംഗമായും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ദേശീയോദ്ഗ്രഥന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ഫ്ലാഗ് അംബാസഡർ എന്ന പദവി അദ്ദേഹത്തെ തേടിയെത്തി. വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സമാനമായി പുരുഷന്മാർക്കായി ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആശയം പൊതു ചർച്ചാ വിഷയമായി ഉയർന്നു. മലയാളം ദേശീയ വാർത്താ ചാനലുകളിൽ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന ലേബലോടെ അദ്ദേഹം നിരന്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നു. BBC, CNN, ടൈംസ് നൗ, ഏഷ്യാനെറ്റ് തുടങ്ങി ആഗോള ദേശീയ പ്രാദേശിക ചാനലുകളിലായി 2700-ലധികം TV ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു. റിയാലിറ്റി ഷോയായ ബിഗ് ബ്രദറിൻ്റെ മലയാള പതിപ്പായ മലയാളി ഹൗസിലെ വിജയ് എന്ന നിലയിലും TDX പോലുള്ള വേദികളിലെ പ്രഭാഷകൻ എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നു.
രാഹുൽ ഈശ്വറിന്റെ പല നിലപാടുകളും നിയമപരമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാതിക്രമ ആരോപണങ്ങളിൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി നിലപാടെടുത്ത അദ്ദേഹം ചർച്ചയ്ക്കിടെ പരാതിക്കാരെ അധിക്ഷേപിക്കുകയും വ്യക്തിവിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ജയിലിലാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിന് പരസ്യ പിന്തുണ. കൂടാതെ ഗെയിൽ ട്രെഡ്വെല്ലിൻ്റെ ആരോപണങ്ങളെ തുടർന്ന് മാതാ അമൃതാനന്ദമയെ പ്രതിരോധിച്ചത് വലിയ വാർത്തയായി. മതപരമായ വിഷയങ്ങളിൽ രാഹുൽ ഈശ്വർ സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. ജിഹാദ് നല്ലതോ ചീത്തയോ എന്ന പൊതുസംവാദത്തിൽ അദ്ദേഹം ജിഹാദിനെ അനുകൂലിച്ചുകൊണ്ട് വാദിച്ചു. ഇത് വ്യാപക ചർച്ചകൾക്ക് വഴിവെച്ചു. 2007 MF ഹുസൈൻ രാജ രവിവർമ്മ പുരസ്കാരം നൽകാനുള്ള കേരള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈന്ദവ വിരുദ്ധ വികാരങ്ങൾ ആരോപിച്ച് പ്രതിഷേധ ക്യാമ്പയിൻ നടത്തി പുരസ്കാരം പിൻവലിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ അയ്യപ്പ ധർമ്മസേന എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ശബരിമല പ്രക്ഷോഭങ്ങളുടെ മുഖമായി മാറുകയും ചെയ്തു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ശബരിമലയിൽ എല്ലാ മതവിശ്വാസികളെയും പ്രവേശിപ്പിക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം ജാതിമത ഭേദമന്യേ ശാന്തി നിയമനങ്ങളെയും പിന്തുണയ്ക്കുന്നു. മകരജ്യോതിയും മകരവിളക്കും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിച്ച അദ്ദേഹം ദീർഘകാല വിവാദത്തിന് അറുതി വരുത്തി. കേരളത്തിൽ മതേതര ഹിന്ദു ഐക്യം വളർത്തുന്നതിനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നു. ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഏകീകരണം ന്യൂനപക്ഷ വിരുദ്ധമാകാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാകണം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ബീഫ് ഫെസ്റ്റിവലിനെതിരെയുള്ള നിലപാടിൻ്റെയും ഗോസംരക്ഷണത്തിൻ്റെയും പേരിൽ ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിന് അദ്ദേഹം ഇരയായി. മതസൗഹാർദ്ദ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ IS തീവ്രവാദികളിൽ നിന്ന് വധഭീഷണി നേരിട്ടതും നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമം വേണമെന്നാവശ്യപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളുടെ ഭാഗമാണ്. ഹാദിയയുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ സുപ്രധാനം. ഹാദിയയുടെ ജീവൻ അപകടമുണ്ടെന്ന് പറയുന്ന വീഡിയോ പുറത്തുവിട്ടത് സുപ്രീം കോടതി ശ്രദ്ധിക്കുകയും അത് ഹാദിയയുടെ മോചനത്തിന് വഴി തുറക്കുകയും ചെയ്തു. ഈ ഇടപെടലുകളുടെ പേരിൽ അദ്ദേഹത്തിന് ഭീഷണികൾ നേരിടേണ്ടി വന്നു. ശക്തമായ നിലപാടുകളിലൂടെയും സജീവമായ ഇടപെടലുകളിലൂടെയും രാഹുൽ ഈശ്വർ എന്നും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു വിവാദ നായകനായി ചർച്ചാ വിഷയമായി നിലകൊള്ളുന്നു. നിങ്ങളുടെ സഹോദരൻ ജെറി പൂവക്കാല. ഏതവനെയും ന്യായീകരിക്കാൻ കുറച്ചെണ്ണം ഇറങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ജെറി പൂവക്കാലയെ അടക്കം വിമർശിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ. എന്നാൽ രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്നവർ ഏറെയുണ്ട് പൊതുവിടങ്ങളിൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ ചിത്രം. രാഹുൽ ഈശ്വർ വ്യത്യസ്തനാണ്. അയാളുടെ നിലപാടുകളെ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം, എതിർക്കാം. പക്ഷേ അയാളുടെ നിലപാട് തറയിൽ ഉറച്ചു നിൽക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.